ഇഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ പരാതിക്കാരൻ അനീഷ് ബാബുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി. അനീഷ് ബാബുവിനെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇഡി അറിയിച്ചു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഏത് തരത്തിലാണ്? അപർണ, ഇഡി ഉദ്യോഗസ്ഥർ പരാതിക്കാരനായ അനീഷ് ബാബുവിനെ വിളിച്ചു വരുത്തിയത് വിവരശേഖരണത്തിനാണ്. ഇഡിക്ക് അനീഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഉദ്ദേശമില്ല എന്ന് ഇഡി ഹൈക്കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം പരാതിക്കാരനെ നിരന്തരം ഈ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് PMLA കേസ് ചാർജ് ചെയ്തിട്ടാണ് ഇഡി നിരന്തരം പരാതിക്കാരനെ ശല്യപ്പെടുത്തിയിരുന്നു എന്ന് കാണിച്ചാണ് ഇഡിയുടെ അറസ്റ്റ് ഭയന്നാണ് അനീഷ് ബാബു, കൊല്ലത്തെ കശുവണ്ടി വ്യാപാരിയായ അനീഷ് ബാബു ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമീപിച്ചിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ, അതായത് ഇഡി അറസ്റ്റിന് നീക്കമില്ല എന്ന് ഇഡി കോടതിയെ ബോധ്യപ്പെടുത്തിയ സാഹചര്യത്തിൽ ഈ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ്. അനീഷ് ബാബുവിനെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇഡി കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വിവരശേഖരണത്തിന് മാത്രമായാണ് അനീഷ് ബാബുവിനെ വിളിപ്പിച്ചതെന്ന് ഇഡി കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരാതിയെക്കുറിച്ച് ഇഡി അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിലാണ് അനീഷ് ബാബു മുൻകൂർ ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അപർണ.